കൊച്ചി നഗരത്തിലും കനത്ത മഴ തുടരുകയാണ്. കളമശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ കളമശ്ശേരിയിലെ പല മേഖലകളും എപ്പോഴും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങളാണ്. ഇതിനപ്പുറമായി കൊച്ചിയിലെ പല മേഖലകളും ഈ വെള്ളക്കെട്ടിന്റെ ഭീഷണിയിലാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? മഴ ആ, എങ്ങനെയാണ്? ഇന്നത്തെ ദിവസം കനത്ത മഴ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊന്ന് മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു, അല്ലേ? കൃഷ്ണ, രാവിലെ മുതൽ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും മഴ പെയ്യാം. കൊച്ചിയിലെ ഒരു പൊതു അവസ്ഥ പറയുകയാണെങ്കിൽ ഗ്രാമീണ മേഖലയിലാണ് വലിയ തോതിൽ മഴ പെയ്തത്. നഗരമേഖലയിലേക്ക് താരതമ്യേന കുറവായിരുന്നു. വെള്ളക്കെട്ട് അങ്ങനെ എടുത്തു പറയത്തക്ക വെള്ളക്കെട്ട് നഗരത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ കളമശ്ശേരി, ഏലൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. അതിന് പ്രധാന കാരണം ഈ മഴയേക്കാൾ ഉപരി പെരിയാർ കവിഞ്ഞതോടെയാണ് വെള്ളക്കെട്ടുണ്ടായത്. കൈവഴികളിലൂടെ വെള്ളം ഒഴുകിയെത്തിയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയത്. കുറ്റിക്കാട്ടുകര പോലെയുള്ള ഭാഗങ്ങളിൽ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളടക്കം കാണിച്ചതാണ്. അവിടെ 40ഓളം വീടുകളിൽ ഇതിനോടകം വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ തുടങ്ങി. പല വീടുകളുടെയും അടുക്കളയിലും കിണറ്റിലും ബാത്റൂമിലും ഒക്കെ തന്നെ ഈ വെള്ളം കയറിയത് അവിടെ താമസിക്കുന്നത് ദുരിതപൂർണമാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല, ആലുവ ശിവക്ഷേത്രം പെരിയാർ കവിഞ്ഞതോടെ മുങ്ങി. പ്രദക്ഷിണ വഴിയടക്കം മുങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ പൂജയും മറ്റ് ചടങ്ങുകളും മുകളിലെ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആലുവയിൽ തന്നെ പല മേഖലകളിലും മരമൊടിഞ്ഞു വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. കാലടിയിൽ വീട് തകർന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മൂവാറ്റുപുഴ, കോതമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിലും അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഒരല്പം നഗരമേഖലയിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ശരി, കൊച്ചിയിൽ കോതമംഗലം അടക്കമുള്ള പല മേഖലകളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ്.